നല്ലൊരു നാളെയെ സ്വപ്നം കണ്ട് പുതിയൊരു ജീവിതത്തിനായി കാത്തിരുന്ന ആ പെൺകുട്ടിയെ അയാൾ മരണത്തിലേക്കാണ് നയിക്കുന്നതെന്ന് അവൾ തിരിച്ചറിഞ്ഞില്ല. കേരളത്തിന്റെയും കർണാടകയുടെയും അതിർത്തി ഗ്രാമങ്ങളിൽ 20-ലധികം യുവതികളെ ഇല്ലാതാക്കിയ ഒരു സീരിയൽ കില്ലറിന്റെ കഥയാണിത്. ഈയിടെ റിലീസായ കളംകാവൽ എന്ന ചിത്രത്തിലൂടെ മമ്മൂക്ക ജീവിപ്പിച്ച ആ കൊലപാതകിയുടെ കഥ. അവനെ ലോകം വിളിച്ചത് സൈനൈഡ് മോഹൻ എന്നും. കർണാടകയിലെ ബണ്ടുവാളിൽ ഒരു സ്കൂൾ അധ്യാപകനായിട്ടായിരുന്നു അവന്റെ ജീവിതം ആരംഭിച്ചത്. പേര് മോഹൻകുമാർ. സാമ്പത്തിക പ്രതിസന്ധിയും ചൂതാട്ടത്തോടുള്ള അവന്റെ ആർത്തിയും അവനെ തികച്ചും മറ്റൊരു പാതയിലേക്ക് നയിച്ചു. അവന്റെ ലക്ഷ്യം ലളിതമായിരുന്നു: വേഗത്തിൽ പണം സമ്പാദിക്കുക. അതിനായി അവൻ കണ്ടെത്തിയ ഇരകൾ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന, വിവാഹം കഴിക്കാനോ മെച്ചപ്പെട്ട ജീവിതം നേടാനോ ആഗ്രഹിക്കുന്ന യുവതികൾ. മോഹൻ സ്വയം പരിചയപ്പെടുത്തിയിരുന്നത് ഒരു ധനികനായ സർക്കാർ ഉദ്യോഗസ്ഥനായോ ബിസിനസ്സുകാരനായോ ആയിരുന്നു. അവൻ അവർക്ക് മുന്നിൽ മോഹന വാഗ്ദാനങ്ങൾ നിരത്തി: സ്നേഹവും വിവാഹവും സുരക്ഷിതമായ ഭാവിയും. തന്റെ ഇരകളെ കൃത്യമായി തിരഞ്ഞെടുത്തതിനു ശേഷം അവൻ അവരെ വിദൂര നഗരങ്ങളിലെ ലോഡ്ജുകളിലേക്കോ ഹോട്ടലുകളിലേക്കോ വിളിച്ചു വരുത്തി. ഹോട്ടലിൽ വെച്ച് വിശ്വാസം നേടിയതിനു ശേഷം അടുത്ത ദിവസം തന്നെ വിവാഹം കഴിക്കാമെന്ന് അവൻ ഉറപ്പു നൽകും. രാത്രി അവർ ഒരുമിച്ചായിരിക്കും. മോഹന്റെ കെണി വളരെ തന്ത്രപരമായിരുന്നു. വിവാഹത്തിനു മുൻപ് ആരും അറിയാതിരിക്കാൻ ഒരു മുൻകരുതൽ എന്ന നിലയിൽ അവൻ തന്റെ ഇരകൾക്ക് ഒരു ഗുളിക നൽകും. അത് ഗർഭനിരോധന ഗുളികയാണെന്ന് പറഞ്ഞു വിശ്വസിപ്പിക്കും. എന്നാൽ അത് ശുദ്ധമായ സൈനൈഡ് പുരട്ടിയ ഗുളികകളായിരുന്നു. ഗുളിക കഴിച്ചയുടൻ പൊതുസ്ഥലത്തെ ശൗചാലയത്തിലേക്ക് പോയി വരാൻ അവൻ അവരെ നിർദ്ദേശിച്ചു. ആ ഗുളിക കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ശക്തമായ ഛർദിയും വയറുവേദനയും ഒറ്റനോട്ടത്തിൽ ഹൃദയാഘാതമാണെന്ന് തോന്നിക്കും. ആളുകൾ ശ്രദ്ധിക്കുന്നതിന് മുൻപ് തന്നെ അവർ മരണത്തിന് കീഴടങ്ങും. ഇതിനിടയിൽ മോഹൻ അവരുടെ ആഭരണങ്ങളുമായി അവിടെ നിന്ന് രക്ഷപ്പെട്ടിരിക്കും. ഇതായിരുന്നു അവന്റെ വേട്ടയുടെ ക്രൂരമായ ശൈലി. വർഷങ്ങളോളം ഈ രീതിയിൽ കേരളത്തിലെ കാസർഗോഡ് മുതൽ കർണാടകയിലെ മംഗലാപുരം, മൈസൂർ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലെല്ലാം കൊലപാതക പരമ്പര തുടർന്നു. 2003 മുതൽ 2009 വരെയുള്ള കാലഘട്ടത്തിൽ 20 യുവതികളാണ് ഇങ്ങനെ അപ്രത്യക്ഷമായത്. തുടക്കത്തിൽ ഇതെല്ലാം ഒറ്റപ്പെട്ട തിരോധാന കേസുകളായാണ് പോലീസ് കണ്ടത്. അതിനാൽ കൂടുതൽ അന്വേഷണമൊന്നും ഉണ്ടായില്ല. എന്നാൽ 2009 ഒരു ശക്തമായ തെളിവ് പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. എല്ലാ കേസുകളിലും ഒരു പൊതുവായ നമ്പർ കണ്ടെത്തി: അപ്രത്യക്ഷമായ പെൺകുട്ടികളുമായി ബന്ധമുള്ള ഒരു മൊബൈൽ നമ്പർ. ആ മൊബൈൽ നമ്പറിലൂടെ നടത്തിയ ട്രാക്കിംഗ് പോലീസുകാരെ ഒടുവിൽ മംഗലാപുരം ബസ് സ്റ്റാൻഡിൽ മോഹൻകുമാറിന്റെ അടുത്തേക്ക് എത്തിച്ചു. അവൻ പിടിയിലായി. ചോദ്യം ചെയ്യലിൽ മോഹൻകുമാർ കുറ്റങ്ങൾ ഓരോന്നായി സമ്മതിച്ചു. ഓരോ കൊലപാതകത്തിന് ശേഷവും താൻ എങ്ങനെയാണ് സ്വർണം പണയം വെച്ചതെന്നും അവൻ വെളിപ്പെടുത്തി. സൈനൈഡ് മോഹൻ എന്ന ഈ സീരിയൽ കില്ലർക്കെതിരെ കർണാടകയിലെ കോടതികൾ ശക്തമായ നടപടികൾ സ്വീകരിച്ചു. 20-ലധികം കൊലപാതക കേസുകളിൽ വിചാരണ നേരിട്ട മോഹന് 16 കേസുകളിലായി കോടതി വധശിക്ഷ വിധിച്ചു. പിന്നീട് അത് ജീവപര്യന്തമായി കുറച്ചു. വിശ്വാസം, സ്നേഹം, മെച്ചപ്പെട്ട ജീവിതം എന്നീ മോഹന വാഗ്ദാനങ്ങൾ നൽകി അവൻ ചെയ്ത ഈ ക്രൂരത ദക്ഷിണേന്ത്യയുടെ ക്രൈം ചരിത്രത്തിലെ ഏറ്റവും ഇരുണ്ട ഏടുകളിൽ ഒന്നായി എന്നും നിലനിൽക്കും. അടുത്ത ആഴ്ച മറ്റൊരു കറുത്ത സത്യവുമായി വീണ്ടും കാണാം.